നോറയുടെ പ്രയാണം. അങ്ങനെ നമ്മൾ ഒന്ന് പുറത്തിറങ്ങാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ മാച്ചിങ് ഔട്ട്ഫിറ്റ് തപ്പണം, പിന്നെ കുറച്ചു നേരം ബീച്ചിൽ പോയി കാറ്റ് കൊള്ളണം. ഇതാണ് മെയിൻ അജണ്ട. സോ ലെറ്റ്സ് ഗോ ഗൈസ്. എങ്ങനെ വളരും. ഇതാണ് നമ്മുടെ റൂം. ഒരു കാക്ക നോക്കൂ ഗൈസ്, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാ, ഒറ്റ കട തുറന്നിട്ട്. ഇന്നിനി ഇവിടെ വല്ല ബന്ധോ ഹർത്താലോ അങ്ങനെ എന്തെങ്കിലും കൂടി ആണെങ്കിൽ പൂർത്തിയായി. ബെല്ല കിച്ചൺ എന്ന് പറയും. ഇതൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഇത്തിരിയും കൂടി ഒരു ജീവൻ ഉണ്ടായിരുന്നല്ലോ. person 1000. പോയി റിട്ടേൺ വരാനോ ബട്ടർഫ്ലൈ ബീച്ചിൽ? बटरफ्लाई बीच रिटर्न है। हाँ हाँ बटरफ्लाई बीच वो साइड में, वो पैराडाइज आइलैंड है ना, वो पूरा साइड से करेगा, दूसरा हनीमून बीच है वो देखेंगे അതിനാണ് 3000 പെർ പേഴ്സൺ. 3000. അപ്പോൾ ഒരു ബോട്ട് നമുക്ക് മാത്രമായിട്ട് കിട്ടും? ഷെയറിങ്. പോയി തിരിച്ചു വരാൻ 3000. നമുക്ക് മറ്റേതും കൂടി ചോദിച്ചു നോക്കാം. ടാക്സിയിൽ പോയി വരാൻ എത്രയാവും? നമ്മളിപ്പം ഇവിടെ കണ്ട അണ്ണനോട് ബട്ടർഫ്ലൈ ബീച്ചിൽ പോകുന്ന കാര്യമാണ് അന്വേഷിച്ചത്. അപ്പോൾ ഒരാൾക്ക് 1000 rupees പറഞ്ഞതല്ലേ? പോയി തിരിച്ചു വരാനല്ലേ 1000? പെർ പേഴ്സൺ 1000 പറഞ്ഞത്. അപ്പോൾ നമ്മളിനി റോഡ് മാർഗമുള്ള പോക്ക് വരവിന് എത്ര രൂപയാവുന്നും കൂടി ചോദിച്ചിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ലാഭകരമെങ്കിൽ നാളെ നമ്മൾ രാവിലെ ഈ സമയത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ പറയും. ഷെഡ്യൂൾ പ്രകാരം നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ ഇറങ്ങണം. എന്നാൽ നമുക്ക് പതിയെ ഇവിടെ നിന്ന് കയറിയാലോ? കാരണം വെയിൽ വന്നു തുടങ്ങി. ആവശ്യത്തിലധികം വെയിൽ ഇനി ഇന്ന് കൊള്ളാൻ ബാക്കിയുണ്ട്. ഇവിടെ നമുക്ക് വൈകുന്നേരം വന്ന് ചില്ല് ചെയ്യാം. അപ്പോ തലയിലൊക്കെ വെള്ളം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് പതിയെ റൂട്ടിലേക്ക് ഇറങ്ങുവാണ്. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ, കടകളൊക്കെ ഓപ്പൺ ആയോ, അരി കൊണ്ടുവന്ന ബ്രെഡും ജാമും തിന്നേണ്ടി വരും എന്ന് നോക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയത് ഒരു സമ്പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒറ്റ കടയും തുറന്നു കാണുന്നില്ല. പാകിസ്ഥാൻ ബോംബിടൊന്ന് പേടിച്ചിട്ടാണോ ഓഫ് സീസൺ ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും പതിവ് പോലെ ഞങ്ങൾ ശശിയായി തുടരുന്നു. ഫൈനലി നമ്മൾ സുമായ എത്തി. ലാസ്റ്റ് ടൈം വന്നപ്പോൾ കഴിച്ച സ്ഥലം. പക്ഷെ ഇത് ഓപ്പൺ ആണോ എന്നുള്ളത് അറിയില്ല. ഇത് അതെ, എനിക്ക് തോന്നുന്നു നമ്മളെ വ്ളോഗ് നടന്ന് തീരുങ്കോ. സുമായ അടിപൊളിയാണ്. തുറക്കാത്തത് ഇപ്പൊ എന്റെ തെറ്റ്. ഇവിടെ ഉണ്ടോ 5 സ്റ്റാർ ആയിരിക്കും. സാറ്റർഡേ അല്ലേ ആൾക്കാർ സെലിബ്രേറ്റ് ആണ്. സാറ്റർഡേ നൈറ്റ് വീക്കെൻഡ്. എന്നാലും എൻ്റെ സുമായെ നിനക്കെങ്ങനെ തുറന്നിരിക്കാമായിരുന്നു?
അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കടകളൊന്നും തുറക്കാത്തത് ഇനി എന്തെങ്കിലും ബോംബ് വീഴാനുള്ളത് കൊണ്ടാണോ അറിയാതെ 3 മണ്ടന്മാർ ബ്രേക്ക്ഫാസ്റ്റും തിരഞ്ഞ് നടക്കണം. ഒരു മനുഷ്യനെ റീച്ചേനെ പോലും കാണാനില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീരചരമം പ്രാപിക്കാം എന്നാണ് ഹരി പറയുന്നത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബ്രെഡും ജാമും കഴിക്കും. ശംഖ് പുഷ്പം കണ്ടില്ലേ? ശിവ് താലി ഹൗസ്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും എന്ന് വിചാരിക്കുകയാണ്. ഇല്ലേ? ഇവിടെ ആക്ച്വലി കട തുറന്നിട്ടേ ഉള്ളൂ. ഈ ചേട്ടൻ പ്രാർത്ഥിച്ച് കണ്ണ് തുറന്നു. അപ്പം ഞങ്ങളെ കണ്ടത് ഇന്നത്തെ ദിവസം തന്നെ ആരെങ്കിലും വരുമോ എന്നാവോ പാവത്തിന്. എന്നാലും നമുക്ക് ഫുഡ് കിട്ടിയാൽ മതി. ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡൊന്നും കിട്ടില്ല. ആലു പറാത്ത പാവ് ഭാജിയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും തന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ. എങ്ങനെയുണ്ട് കോഴി? ടേസ്റ്റ് നൈസ്. എങ്ങനെയുണ്ട് ഹരി? തൈര് അതിൽ മുക്ക്, അതാണ് ടേസ്റ്റ്. തൈരും അച്ചാറും. Good. We are back. Room. पहले कोला बीच फिर आगोंडा then evening Cabo de Rama Fort. fort 3000 അങ്ങനെ നമ്മൾ വി ആർ ഓൾ സെറ്റ്. കത്തിവേഷങ്ങളെല്ലാവരും റെഡിയാണ്. നമ്മൾ ഗോവ ഡേ 1 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. This type है? This color. This color. I want it. It's okay. how much 250. Same shop. I bought this for 100 rupees. 100 rupees? Yeah. 100 rupees no one can sell, madam. We bought 3 at that time. You can buy 3 or 5, 100 rupees nobody sells. This 100 rupees only, I'm sure. 200 I can do. 150. 150. This 180. Anything else? That's it. നമ്മൾ ആദ്യം കോല ബീച്ചിലേക്കാണ് പോകുന്നത്. ഈ അണ്ണെന്നാണ് വായിൽ വരുന്നുള്ളൂ. ഈ ബയ്യാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. 3000 rupees ഈ ദിവസത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി തിരിച്ചു വരുമ്പോൾ എക്സ്ട്രായും കൂടി പറയുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. നമ്മൾ അതിഭീകരമായ ഒരു ഓഫ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടോയിൽ നമ്മളത് താണ്ടി എവിടെ എത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. അണ്ണൻ്റെ ഓട്ടോ ആശാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഈ ദോശേൻ്റെ പൈസ അധികം. 2 ദിവസത്തേക്ക് തന്നെ എത്താം. ഒറ്റയ്ക്ക് വരുമ്പോൾ നല്ല പേടിയാവും. ആളുമില്ലേ, കാട്ടെന്നെങ്ങാനും ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്താൽ അതിനും കൂടി വേണ്ടിയായിരുന്നു ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ട് വന്നത്. വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് അറിയില്ലല്ലോ നമ്മൾ ഫേമസ് വ്ളോഗേഴ്സ് ആണോ അല്ലേന്നൊന്നും. അപ്പൊ ആൾക്കാരൊരു പേടിയുണ്ടാവും. ബീച്ചേ പോലും കാണാനില്ല ഈ വഴിയിലൊന്നും. അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഞാൻ ഈ സമയത്ത് ഇതുവരെ ചക്കിയെ സ്മരിക്കുന്നു. ഞങ്ങൾ എന്നിട്ട് വഴിയിൽ നിന്ന് ഇങ്ങനെ ഒരു പയ്യൻ തിരിച്ചു വരുന്നുണ്ടപ്പോൾ അവനോട് ചോദിച്ചു, ഇത് അത് തന്നെയല്ലേ വഴി, അങ്ങോട്ട് തന്നെയല്ലേ പോണത്? ഇതല്ല, അവിടെ നിന്ന് അങ്ങോട്ട് നോക്കണം. ഇവിടെ ഇറങ്ങിയിട്ട് അല്ല, ഈ വക്കത്ത് പോയി നിന്നിട്ട്
അങ്ങോട്ട് ഇറങ്ങാനുള്ളതായിട്ടില്ല, അത് അവിടെ സ്റ്റെപ്പ് ഇറങ്ങി പോണം. Very nice view, but no? യാ നോക്ക് ഇവിടെ. ആണെന്നാ പറഞ്ഞ. അങ്ങനെ നമ്മൾ കോല ബീച്ചിലേക്ക് നടക്കുകയാണ്. So this is the famous kayaking spot at Kola Beach. Now let's go for a kayaking session. You too go, I'll take the video. തുഴഞ്ഞോക്കാം. One eternity later. Thank you for saving me. അത് കിട്ടിയില്ല. ഒന്നും കൂടി ഓടിയോ? പവിഴ മല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം. അർജന്റായിട്ട് എന്തെങ്കിലും ഒന്ന് കുടിച്ചാലേ ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗോ. അത് വേണ്ട, ഇവിടെ നല്ലതാ. ലെറ്റ്സ് ഹാവ് സംതിങ്. ഇവിടെ നല്ല സ്ട്രോബെറി ഷേക്ക് കിട്ടും. അവിടെ കയറിയിരുന്നോ? 3 ലൈം ജ്യൂസ്. അയ്യോ കോഴിയുടെ കമാൺ. ഇനി നമ്മൾ നേരെ ഇതിനാണ് ഇവരിവിടെ ഈ കട തുറന്നിരിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഈ കടേനെ പുച്ഛിക്കുന്നവരൊക്കെ തിരിച്ചു കയറുന്നവിടെ കയറും. നാരിയൽ പാനി. പോയി പറഞ്ഞു
കേറുമ്പോഴേ ട്രെയിൻ വരുന്നു. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ കട കണ്ടെങ്കിലും ആരും ഈ കടയ്ക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാറില്ല. പക്ഷെ തിരിച്ചു കയറുമ്പോ സ്വന്തം അമ്മ വീട് പോലെ ഓടിക്കേറും. സക്സസ്ഫുള്ളി കയാക്കിങ് കഴിഞ്ഞു. കോല ബീച്ചിൽ ഇറങ്ങി. അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ വസ്തുത മനസ്സിലായില്ലെങ്കിലും തിരിച്ചു കയറിയപ്പോൾ ഞാൻ എക്സാജറേറ്റ് ചെയ്തതല്ല എന്ന് കോഴിക്കും ഭാര്യയ്ക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഫുഡ് പോവാണ്. അയ്യോ ചത്തേ. അല്ല അണ്ണനല്ല, ബയ്യ വളരെ നല്ലൊരു ബയ്യാണ്. നമ്മളോട് 3:30 വരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തോളാൻ പറഞ്ഞു. ആ സമയത്ത് ബയ്യ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോഴേക്കും നമുക്ക് കബോഡി റാമ ഫോർട്ടിൽ പോവാം. അപ്പോൾ അത് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഭയ്യ നമ്മളിവിടെ ആക്കിയിട്ട് പോയി. നമ്മൾ ഫർഫല ഡെക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവരെ കൂടെ ഒന്ന് കഴിച്ച ആൾക്കാരാണ്. സെലിബ്രിറ്റി ഹൂസ്ലി ഏതൊക്കെ ആരാ? ജാൻവി കപൂർ. ഇവരൊക്കെ അവിടെ ഫുഡ് കഴിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ ഫോട്ടോ എടുക്കും. ഇതാണ് ബട്ടർ ഗാർലിക് സ്ക്വിഡ്, വാട്ടർമെലൺ, മിന്റ് ലെമണൈസ്. ഫസ്റ്റ് ഇയർ ഫാമിലിയുടെ കൂടെ വന്നപ്പോഴും ഞങ്ങൾ ഈ സെയിം സ്ഥലത്തു നിന്നാണ് ഫസ്റ്റ് ഡേ ലഞ്ച് കഴിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലൊന്നും എക്സ്പെരിമെൻറ്റ് ചെയ്യാഞ്ഞത്, ഒന്നാമത് ഗോവയിൽ ഫുഡ് അത്യാവശ്യം എക്സ്പെൻസീവാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ടേസ്റ്റ് ഓക്കെ ആവണമെന്നില്ല. കസ്റ്റമർ സർവീസും ആംബിയൻസും എല്ലാം കൊണ്ടും ഓക്കെ ആയൊരു സ്ഥലമായിരുന്നു ഇത്. പിന്നെ നമുക്കിവിടെ എത്ര സമയം വേണമെങ്കിലും റിലാക്സ് ചെയ്യാം, ഇവിടെ സ്പെൻഡ് ചെയ്യാം ടൈം. അപ്പോൾ നമുക്കിനിയിപ്പോൾ 3:30 നമ്മളെ ബയ്യ വരൂ, അതുവരെ നമുക്കിവിടെ ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്തവണയും നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ബാക്ക് വാട്ടേഴ്സ് പോലെയുള്ള ഒരു വാട്ടർ ബോഡിയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ബീച്ചാണ്, അവിടെയാണ് അഗോണ്ട ബീച്ച്. വിശപ്പില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മെയിൻ കോഴ്സ് ഒന്നും കഴിച്ചില്ല. കുറച്ച് ബട്ടർ ഗാർലിക് സ്ക്വിഡ്, കുറച്ച് ലെമണേഡ്, വാട്ടർമെലൺ ജ്യൂസ്, ക്ലബ് സാൻഡ്വിച്ച്, മാംഗോ സ്കൂപ്പ്, വാനില സ്കൂപ്പ്, 2 ബ്ലാക്ക് ടീ. വെറും 1430 രൂപ. ലഘുവായി ഭക്ഷണം കഴിച്ചു. അങ്ങനെ നമ്മൾ ഫർഫല ഡക്കിൽ നിന്നും ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ഇറങ്ങി. ഈ ബയ്യ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും വന്നു. അടുത്ത് നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്, അടുത്ത നമ്മളെ കബോഡി റാമ ഫോർട്ടിലോട്ടാണ് പോകുന്നത്. അതിനകത്ത് തന്നെയാണ് പെബിൾ ബീച്ചും ഉള്ളത്. ഇത് രണ്ടും നമ്മൾ കവർ അത് തുറന്നു കൊടുക്കണം. നമ്മൾ ഫോർട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ആദ്യം നമുക്കെന്നാ പെബിൾ ബീച്ച് പോവാം. നടക്കേണ്ട ദൂരം ഇവിടുന്ന്. ഇവിടെയൊക്കെ കണ്ടോ കുരിശ് നാട്ടി വെച്ചിരിക്കുന്നു, കുരിശുകൾ. ഇനി നമുക്ക് വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി മരിക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കുമ്പോൾ തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ, കുറേ ഭാഗം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന് ആലോചിച്ചു. പക്ഷേ അന്ന് കാല് വേദനിച്ചിട്ടും
വെയിൽ കൊണ്ട് പണ്ടാറടങ്ങി ക്ഷീണിച്ചിട്ടും ഞാനൊരു കയ്യിൽ ഈ ഫോണും പിടിച്ച് നടന്നെടുത്തതല്ലേ ഇതൊക്കെ എന്നോർത്തപ്പോൾ എനിക്ക് എന്നോട് തന്നെ പാവം തോന്നി. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞില്ല, അതിന് പകരം കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടു. അതാണത് ഇങ്ങനത്തെ ഒരു തലവേദന എടുക്കുന്ന അവസ്ഥയിലായത്. വേണമെങ്കിൽ നിങ്ങൾ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ. ഐ ആം ദ സോറി ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് പെബിൾ ബീച്ചിലേക്കാണ്. അതിൽ എത്തുന്നതിന് മുന്നേയും അവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. അവിടെ കുറച്ച് തരുണീമണികൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന തരുണീമണികൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ മുമ്പ് വന്നതിൻ്റെ പട്ടി ഷോ കാണിച്ച് എൻ്റെ തറവാട്ട് വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന പോലെ ഓടിങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് പെബിൾ ബീച്ച്. ഇതിൻ്റെ ഭംഗി എങ്ങനെ ഒപ്പിയെടുക്കണം എന്ന് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഇവിടെ വരണം. ഒരു പ്രത്യേകതരം വൈബാണ് ആ സ്ഥലത്തിന്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോരാൻ തോന്നില്ല. അതിനാണോ ചീത്തതിനാണോ എന്നറിയില്ല. അവിടെ എത്തിയപ്പോൾ എൻ്റെയും ഹരിയുടെയും ഫോണിൽ ചാർജ് കഴിഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ ഓർമ്മകളും ദൃശ്യങ്ങളും ഒക്കെ മനസ്സിലാണുള്ളത്, ഫോണിലില്ല. അപ്പോൾ ഇത് നമ്മൾ ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു സീനാണ്. ഈ ഒരു ഫോട്ടോ നമ്മൾ അവിടെ ഇരുന്നൊരു പയ്യനെ കൊണ്ട് എടുപ്പിച്ചതാണ്. ഈ ഫോട്ടോ എടുത്തതോടെ എൻ്റെ ഫോൺ ചാർജ്. അങ്ങനെ നമ്മൾ ആ മണ്ടന്മാർക്ക് അറിയാത്ത സ്ഥലത്തേക്ക് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കുളം, കുളത്തിൻ്റെ തിരുശേഷിപ്പ്. കണ്ട അടിപൊളി ചെറുപ്പത്തിൽ മയിലാണ്. മയില എവിടെ നിന്നോ കരയുണ്ട്. കൂടെ ഓടണോ ക്യാമറാമാൻ? ये दिल चाहता है दिल चाहता है. Hello girls. ഓക്കെ, സാധനം പോലെ ജമ്പ്. അതേപോലെ ജമ്പണ്ട, സ്റ്റെപ്പ് വഴി വന്നാൽ മതി. അതായത് ആ കല്ല് അവിടെ ഇരിക്കേ, ഇരുന്നാലേ പറ്റും. അങ്ങോട്ട് അടിയിലേക്ക് വഴിയുണ്ടല്ലേ, പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് വരാ. വേണ്ട, ഈ വഴി അത്ര സേഫ് ആയിരിക്കില്ല, വാ തിരിച്ചു പോകും. അതായത് ഇതിൻ്റെ മേലെയാണ് ആ കുഴി നമ്മൾ നേരത്തെ കണ്ടത്. ഇതെന്തോ കവാടമാണ്. നിണ്ടികൾ നോക്ക്, ഇതും കണക്കാ നിങ്ങളും കണക്കാ. എവിടെ എത്തി നോക്ക്, എന്തൊക്കെ സ്റ്റെപ്പ് കയറി ഇറങ്ങണമായിരുന്നു. ഇതിനെയാണ് നമ്മൾ കോമൺ സെൻസ് എന്ന് വിളിക്കുന്നത്. ഇത് മനസ്സിലാക്കാത്തൊരു ഞാനുണ്ട്. ഇവിടെയാണ് വഴി. സോറി, കമോൺ. അയ്യോ, മുഗൾ ചക്രവർത്തിമാർക്ക് എന്ത് കാവ്. അല്ലല്ല, ഇവിടെ എന്ത് ഏകദേശം എന്ത് വായിക്കാം. രാമ at the extreme end of Kola village in Kanakona under ചീസുകാർ കീഴടക്കി. വിജനതയിൽ പാതി വഴി തേടുന്നു ഇരുൾ വഴിയിൽ. No, don't do that. Don't spoil historic. എന്താ പറയാ, അത് ഈ മരത്തിലൊക്കെ എഴുത്. ഗൈസ്, നിങ്ങൾ പലരും ഇങ്ങനെ ഹിസ്റ്റോറിക് പ്ലേസസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പേര് അവിടെ രേഖപ്പെടുത്താൻ നോക്കും. ഇങ്ങനെ ചുളു വഴിയിലല്ല നിങ്ങളുടെ പേര് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. എന്തെങ്കിലും മഹത്വപരമായ കാര്യങ്ങൾ ചെയ്ത് ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്.
അല്ലാതെ കണ്ട ചുമരിലൊക്കെ പേരെഴുതി വെച്ച് ആ ചരിത്രത്തിനെ നശിപ്പിക്കരുത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. കത്തിവെക്കലിംഗ് വിത്ത് നമ്മൾ പ്ലാൻ ചെയ്ത ഐറ്റിനറി പ്രകാരം നമ്മൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി റൂമിൽ പോയി ഫ്രഷനപ്പ് ആയിട്ട് ഷോപ്പിങ്ങിന് പോകുന്നുള്ളതായിരുന്നു പരിപാടി. അപ്പോഴാണ് നമ്മൾ ഓട്ടോ ബയ്യ പറയുന്നത് ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെയും കൂടി പോവാമെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഹരിയുടെയും എൻ്റെയും ഫോൺ ഓഫാണ്, നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എന്നുള്ളൊരു മൂഡൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത്രയ്ക്ക് അങ്ങോട്ട് തിരിച്ചറിഞ്ഞുമില്ല. ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ദ കേപ്പ് ഗോവ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കം ബാർ കം റിസോർട്ട് ആണ് അത്. അപ്പോൾ കുറച്ച് ഹൈ എൻഡ് പോഷായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. പക്ഷേ അവിടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ പോയിന്റുകളുണ്ട്. അത് നമുക്ക് ഫ്രീ ആണ്. നമ്മൾ അതിൻ്റെ അകത്ത് കടന്നില്ലെങ്കിലും അവിടെ നിന്നൊന്നും കഴിച്ചില്ലെങ്കിലും അവിടെ ഫോട്ടോ എടുക്കാം. മറ്റേ റിയൽ വേഴ്സസ് റിയാലിറ്റി ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ജനങ്ങളുടെ ക്യൂ ആണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ആ ഫോട്ടോ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിവിടെ തിരക്കിൽ ക്യൂ നിന്ന് എടുക്കാൻ പറ്റാത്തതൊന്നുമല്ല, താല്പര്യമില്ല അല്ലേ. കൊട്ട് വെറുത്ത് പോയി ഫോട്ടോ എടുക്കൽ. കേപ്പ് ഗോവ എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കയറിയില്ലെങ്കിലും നമ്മുടെ ഓട്ടോ ബയ്യ പറഞ്ഞത് കറക്റ്റായിരുന്നു. ഈ ഒരു വ്യൂ പോയിൻ്റ് ഭയങ്കര മാജിക്കലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് തന്നത്. അവിടുത്തെ തിരക്കെന്നൊക്കെ മാറി സമാധാനമുള്ള ഒരു കോർണർ കണ്ടുപിടിച്ച് ഞങ്ങൾ 3 പേരും അവിടെ പോയിരുന്നു. നടന്ന് പഞ്ചറായ കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് റിലാക്സ് ചെയ്ത സൺസെറ്റ് ഇങ്ങനെ കാണുന്ന ആ ഒരു മൊമെൻറ്റ് അത് ഭയങ്കര മാജിക്കൽ തന്നെയായിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങളൊരു മാഗി വാങ്ങി 3 പേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. കുറേ നേരം സംസാരിച്ചിരുന്നു. ലൈഫ് എന്തൊരു രസമാണല്ലേ എന്നിങ്ങനെ എന്താ പറയുക, അതിന് വാക്കുകളില്ല അത് വർണ്ണിക്കാൻ. മൈ ഹാർട്ട് വാസ് സോ ഫുൾ. ഇവിടെ സൺ. ഞങ്ങൾ ഇന്നത്തെ അംഗം കഴിഞ്ഞ് റൂമിലേക്ക് പോവാണ്. അങ്ങനെ റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ പാലോലിയും ഷോപ്പിങ്ങിന് പോവും. ഫുഡ് കഴിക്കും, തിരിച്ച് വരും, കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് വൈബ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ ഈ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്യാനുള്ള ഒരു എനർജി മാത്രം ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ ലോങ് ടയറിങ് ഡേ വിത്ത് ടൺ കണക്കിന് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. അപ്പം അതുകൊണ്ട് അന്നത്തെ ദിവസം പിന്നെ വ്ളോഗൊന്നും എടുക്കാതെ അങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്തു. ബിക്കോസ് നാളെ രാവിലെ നേരത്തെ എണീറ്റ് നമുക്ക് ബോട്ടിങ്ങിന് പോകാനുള്ളതാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ബോട്ടിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണണേ. ബൈ.